ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിൽ പവർ ഉണ്ടാവണം എന്ന് പറയും. എന്നാൽ പേരിൽ തന്നെ വില്ല് കൊണ്ട് നടന്ന, ആ വില്ലും കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ഓടിക്കയറിയ, ലോക ജനതയെ കോരിത്തരിപ്പിച്ച, തന്റെ വിൽ പവർ കൊണ്ട് മെഡിക്കൽ സയൻസിനെ അമ്പരിപ്പിച്ച വിൽമാ റുഡോൾഫ്. 1960-കളിലെ ലോകത്തെ ഏറ്റവും വേഗത കൂടിയ വനിതയായിരുന്നു വിൽമാ റുഡോൾഫ്. അതേ വേഗതയിൽ അവരുടെ കുട്ടിക്കാലത്തേക്ക് നമുക്കൊന്ന് റിവൈൻഡ് പോകാം. കുട്ടിക്കാലത്ത് വിൽമയ്ക്ക് രണ്ടടുത്ത കൂട്ടുകാരുണ്ടായിരുന്നു. ഒരാള് ദാരിദ്ര്യം, മറ്റേയാള് അസുഖം. ഈ അസുഖങ്ങളെ ആക്ച്വലി വിൽമയുടെ കൂട്ടുകാരെന്ന് പോലും പറയാൻ പറ്റില്ല, കൂടപ്പിറപ്പുകൾ എന്ന് തന്നെ പറയണം. കാരണം ജനനത്തോടൊപ്പം തന്നെ കൂടെ കൂടിയവരായിരുന്നു. വിൽമ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് ഒരു പ്രിമച്വർ ബേബി ആയിട്ടാണ്. മാസം തികയാതെയാണ് വിൽമ ജനിക്കുന്നത്. അന്ന് തൊട്ട് വിൽമയുടെ കൂട്ടുകാരാണ് ഈ അസുഖങ്ങൾ. മസൂരി, മുണ്ടിവീക്കം, സ്കാർലറ്റ് ഫീവർ, ചിക്കൻ പോക്സ്, ഡബിൾ ന്യൂമോണിയ, അങ്ങനെ. അധികം താമസിയാതെ ഒരു ദിവസം വിൽമയുടെ പാരന്റ്സിന് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. വിൽമയുടെ ഇടത്തെ കാലിന് ശക്തി കുറയുന്നു. അപ്പൊ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് ഓടി. ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് പോളിയോ ആണ്, വിൽമയ്ക്ക് ഒരിക്കലും തന്നെ നടക്കാൻ കഴിയില്ല എന്ന്. ഏതൊരു രക്ഷിതാവിനെയും പോലെ വിൽമയുടെ അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റിയില്ല, സമ്മതിച്ചു കൊടുക്കാനും പറ്റിയില്ല. അങ്ങനെ വിൽമയുടെ അമ്മ വിൽമയെയും കൊണ്ട് 80 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് പോയി തുടങ്ങി. ആഴ്ചയിൽ 2 ദിവസം ഈ 80 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വിൽമയെയും കൊണ്ട് അമ്മ പോവും. ഈ പോക്ക് അടുത്ത 2 വർഷത്തോളം തുടർന്നു എന്നുള്ളതാണ്. അങ്ങനെ 2 വർഷത്തെ ട്രീറ്റ്മെന്റിന് ശേഷം വിൽമയ്ക്ക് ഒരു മെറ്റൽ ലെഗ് ബ്രേസസിന്റെ സഹായത്തോടുകൂടി പതുക്കെ നടക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയായി. പക്ഷെ എങ്കിൽ പോലും ആ നടത്തം കൊണ്ട് ഒരു ഒളിമ്പിക് മെഡലൊക്കെ നേടാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇംപോസിബിൾ. പക്ഷെ അപ്പോഴും വിൽമ അമ്മയോട് പറഞ്ഞത്, ഐ വോണ്ട് ടു ബി ദ ഫാസ്റ്റസ്റ്റ് വുമൻ ഓൺ എർത്ത് എന്നാണ്. ഭൂമിയിലെ ഏറ്റവും വേഗത കൂടിയ വനിതയാവണം എനിക്ക് എന്ന്. അങ്ങനെ കുറെ നാളുകളായിട്ടുള്ള ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർ തന്നെ വിൽമയുടെ അമ്മയെ ഒരു കാര്യം പഠിപ്പിച്ചു. വീട്ടിൽ നിന്ന് തന്നെ ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വീട്ടിൽ വന്ന അമ്മയും അതുപോലെ വിൽമയുടെ സഹോദരങ്ങളും ഒക്കെ ചേർന്നിട്ട് അവരെ വീട്ടിൽ നിന്ന് തന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ 12ാമത്തെ വയസ്സിൽ യാതൊരു ഊന്നുവടിയുടെയും സഹായവും ഇല്ലാതെ വിൽമ നടന്നു തുടങ്ങി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 13ാമത്തെ വയസ്സിൽ വിൽമാ റുഡോൾഫ് സ്കൂൾ ലെവലിൽ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. ആ മത്സരത്തിൽ വിൽമ 1ാം സ്ഥാനം നേടി, പിന്നിൽ നിന്ന് നോക്കുമ്പോൾ. പിന്നീടുള്ള വർഷങ്ങൾ അത്രയും വിൽമയ്ക്ക് ഇതുപോലെ പിന്നിൽ നിന്ന് 1ാം സ്ഥാനം നേടാനുള്ള ഓട്ട മത്സരങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. പിന്നീട് 15ാമത്തെ വയസ്സിലാണ് അവൾ ടെന്നസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ വച്ച് അവൾ അവളുടെ കോച്ചിനെ കണ്ടെത്തി, എഡ് ടെമ്പിൾ. ടെമ്പിളിനോട് അവൾ പറഞ്ഞു, എനിക്കിങ്ങനൊരു ഡ്രീം ഉണ്ട്, ഈ ലോകത്തെ തന്നെ ഏറ്റവും വേഗത കൂടിയ വനിതയായിട്ട് എനിക്ക് മാറണം. അന്ന് ആ കോച്ച് മറുപടി പറഞ്ഞത്, വിത്ത് യുവർ സ്പിരിറ്റ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു എന്നാണ്. നിന്റെ ഈ സ്പിരിറ്റിന് മുന്നിൽ ലോകത്തൊരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാനാവില്ല എന്ന്. ആ വാക്കുകൾ സത്യമാകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ഒളിമ്പിക്സിൽ ഒരു